ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കട്ടൊക്കെ കൂടെ നിൽക്കണേ. അപ്പോൾ നല്ല മഴ കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഫ്രണ്ട്സുകളെല്ലാവരും പറഞ്ഞു എൻ്റെ SLC ബാച്ചാട്ടോ, അപ്പോൾ കുറച്ച് പേരേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് അതിനെക്കാട്ടും വിചാരിച്ചതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ പേരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഫ്രണ്ട്സുകളെല്ലാവരും വരുമ്പോൾ തന്നെ എല്ലാവരും കൂടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടാട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ പെരുന്നാളിന്, അതായത് ബക്രീദിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2 കിലോ പോലെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചതിനെക്കാട്ടി ആളുകൾ ഉണ്ടായപ്പോൾ ആ ബീഫ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും വന്നപ്പോഴാണ് ആ പ്ലാനിങ് ഉണ്ടായത്. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ചപ്പ്, പുതിന ഇതെല്ലാം ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതൊന്ന് വീഡിയോ ഇട്ടാലോ എന്നുള്ള രീതിയിൽ. കാരണം മലബാർ സൈഡിലുള്ള കോഴിക്കോട് ദം ബിരിയാണി കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. ഓൾമോസ്റ്റ് എനിക്ക് നെയ്യിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ല. അപ്പോൾ മിൽമേൻ്റെ ഗീ കുറച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അത് കുറച്ച് ചൂടായതിന് ശേഷം വലിയ ഉള്ളി ഒരു ഓൾമോസ്റ്റ് 5-6 വലിയ ഉള്ളി കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് നല്ലോണം വഴറ്റണം. അപ്പോൾ ബീഫ് ഉണ്ടായതിനെ കൊണ്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത്. കുറച്ച് നാരങ്ങനീര് ഒഴിച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുക്ക് ഇത് വാട്ടുന്ന സമയത്ത് അതായത് ചെക്കന്മാരാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓലെ സജഷൻ അനുസരിച്ചിട്ട് പട്ട, പൂവ്, ഗ്രാമ്പു, ജാതിപത്രമൊക്കെ ഈ ഉള്ളിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടത് ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ പോയി നോക്കുമ്പോഴാണ് സ്പൈസസ് ഇതിൽ കണ്ടത്. അപ്പോൾ ഇതിട്ടത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയുന്നു. ഞാൻ വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാട്ടുന്നുണ്ട് കേട്ടോ. ഗേൾസും ബോയ്സൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഫുഡ് തികഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് എക്സ്ട്രാ ഇവിടെയുള്ള ബീഫും വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഈ ബീഫോട് കൂടിയിട്ട് വലിയ പെരുന്നാളുടെ ബീഫ് കഴിഞ്ഞിട്ടോ ആകെ 2 പൊതി ബീഫാട്ടോ കിട്ടിയത്. ഒന്ന് മഹല്ലത്തെ ബീഫ്, ഒന്നിൻ്റെ മാമന് കൊടുത്തയച്ച ബീഫാട്ടോ നമുക്ക് ഇത്തവണ കിട്ടിയത്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇപ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയതും. അതുണ്ടായതിനെ കൊണ്ട് കഴിച്ചില്ല, എല്ലാം പെട്ടുപോയേനെ. അപ്പോൾ കുറച്ച് ഉള്ളി അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് ചെറുതായിട്ട് വരണ്ട് എന്ന് തോന്നിയ സമയത്താണ് പച്ചമുളക് ചതുക്കിയതും ഇഞ്ചി, വെളുത്തുള്ളി ചതുക്കിയതും ഇടുന്നത് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലോണം വഴറ്റുക. എത്രത്തോളം നല്ല വാട്ടുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ചില നേരം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇത് വാട്ടാനൊന്നും നിൽക്കില്ല. കാരണം ഇതെല്ലാ വെജിറ്റബിൾസും സ്പൈസസും ഒക്കെ ഇട്ടിട്ടില്ലേ, പൊടികളൊക്കെ ഇട്ടിട്ട് സ്പൈസസ് പൗഡേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ട് ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും അതിട്ട് നല്ലോണം കുഴക്കും കേട്ടോ. അങ്ങനെ കുഴച്ചിട്ട് കുറച്ച് നേരം നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നല്ലോണം കൈനക്കൂട്ട് നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. പക്ഷെ ഇതുവരെയാണ് നമുക്ക് വാട്ടിയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ വാട്ടിയിട്ടും വെക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ തിരക്കാകുമ്പോൾ ടൈമില്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. പക്ഷെ അതും എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നല്ലോണം ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലോണം വാടട്ടെ. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വേറൊരു സ്മെല്ല് വരാണ്ട്. അപ്പോൾ നല്ലോണം വാട്ടുക. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ ഓവർ ബ്രൗൺ കളറും ആവണ്ട, ആ തോതിലാവുമ്പോൾ കുറഞ്ഞ വാട്ടി എന്ന് തോന്നുമ്പോൾ തക്കാളി ഇടാം. തക്കാളി ഓൾമോസ്റ്റ് ഒരു 6 തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ തക്കാളി കേട്ടോ, 6 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. അതും നല്ലോണം ഉള്ളിയും പച്ചമുളകും ചപ്പും പുതിനയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് വാടട്ടോ.
എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് തക്കാളി പെട്ടെന്ന് ആദ്യമൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ തക്കാളി പെട്ടെന്ന് വാടാറുണ്ട്. പക്ഷെ ഇപ്പം എന്തോ ഇനി എൻ്റെ തോന്നലാണോ എന്നുള്ളത് എനിക്കറിയില്ല, തക്കാളി പെട്ടെന്നൊന്നും വാടാറില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ആയാലും ഈ ഉള്ളിയൊക്കെ ആയാലും ഇങ്ങനെ വാടാതെ ഇങ്ങനെ പൊന്തി നിൽക്കില്ല. അങ്ങനെ നിൽക്കുന്നത് എനിക്ക് വലുതായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഞാൻ തക്കാളി നല്ലോണം വാടട്ടെ വെച്ചിട്ട് നല്ലോണം വാട്ടുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേനോ, ഇത് ഞാൻ അറിയാണ്ട് വലിയിട്ട് സ്പൈസസ് ഗ്രാമ്പുവാണ് കേട്ടോ. ആ കാണുന്ന ബ്ലാക്ക് കളർ ഗ്രാമ്പു മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ നല്ല വാടട്ടെ. കുറച്ച് വാടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അത്യാവശ്യത്തിന് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി വറുത്ത മല്ലി ഇടണം കേട്ടോ, ഏറ്റവും ബെറ്റർ. എൻ്റെ ഇവിടെ വറുത്ത മല്ലി കഴിഞ്ഞ് സാധാ പച്ച മല്ലിയായിട്ടുള്ളത്. വറുത്ത മല്ലി എന്ന് പറയുമ്പോൾ സ്പൈസസൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ആക്കണ ഒരു മല്ലി. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു സമയത്ത് ഞാൻ ഉണ്ടാക്കണ വറുത്ത മല്ലി എങ്ങനെ അതിലിടുന്ന സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനൊരു വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം വാട്ടുന്നുണ്ട് കേട്ടോ. ഉള്ളി ഒന്നും കൂടി വാടാൻ, ഉള്ളിയല്ല ഉള്ളിയും തക്കാളിയും കുറച്ചും കൂടി വാടാനുണ്ട് കേട്ടോ. പിന്നെ ഓരോന്നിനും ഓരോ വേവാണല്ലോ, അപ്പം അതിനനുസരിച്ചിട്ടാണ് ഇതോരോന്ന് ചെയ്യണം. ഇവിടെ ചെക്കന്മാർക്ക് കുക്ക് ചെയ്യാൻ എന്താണ് താല്പര്യം. ഞാനൊക്കെ വിചാരിക്കും വലിയ താല്പര്യം ഇപ്പോഴേ ഉണ്ടാവുള്ളൂ. വീട്ടിലൊക്കെ വൈഫിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടോന്നൊക്കെ അറിയില്ല. അതിൽ ഒരാളെ വൈഫ് അവിടുന്ന് പറയുന്നുണ്ട്, ഞാനൊക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞാൽ വരെ കേൾക്കില്ലെന്ന്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ മക്കളെ. അങ്ങനെയാണ് ഇച്ചിരി മുളക് പൊടി, നോർമലി ഞാൻ ബിരിയാണിയിലേക്ക് മുളക് പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതിൽ മുളക് പൊടി, കുറച്ച് തൈര്, കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലോണം വാട്ടുക മാക്സിമം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കോമഡീസൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേസ് കുറഞ്ഞ കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും വന്ന് വർത്താനം ചെറിയ കളി, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ, നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി മെമ്മറി എന്തായാലും നൈസ് ഗുഡ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒക്കെ നിങ്ങളെ ആവശ്യാനുസരണം ഇടട്ടോ. നല്ലോണം ബീഫും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ചപ്പും പുതിനയും തക്കാളി ഉള്ളി ഒക്കെ കൂടി ഒന്ന് നല്ലോണം വഴറ്റതിൽ മിക്സാക്കിയിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിനും കിട്ടണമല്ലോ, അതായത് ബീഫിന്. അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. വാട്ടി ലാസ്റ്റ് അടി പിടിക്കാൻ നിൽക്കരുത്. അപ്പോൾ നല്ലോണം വാട്ടുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ കട്ട് ചെയ്യുകയും ഇതൊക്കെ ഒരുപാട് ടൈമിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഈ കുറച്ച് ടൈം കൊണ്ട് കാണുന്നതൊന്നല്ല. ഇതിൻ്റെ മേലൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. എന്നാലും ഈ എഫേർട്ട് എടുത്തതിന് മാത്രം അടിപൊളിയായി ആണ് കേട്ടോ ലാസ്റ്റ് റിസൾട്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ, കമൻ്റൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നല്ലോണം ബീഫ് പിന്നെ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചത്. നല്ല വേവുള്ള ബീഫാട്ടോ. ഒരുപാട് ടൈം വേവാൻ വേണ്ടി ടൈം എടുത്തിക്കണം. അപ്പം അപ്പോഴേ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കറിൽ വേവിച്ചാലോ എന്നുള്ളത്.
അങ്ങനെ കുറേ ടൈം എടുത്തത് എന്തായാലും ബീഫ് വേവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്ക് വന്ന് നല്ലോണം ബീഫ് വേവണം കേട്ടോ. ഇടയ്ക്ക് ഇത് പിന്നെ തുറന്ന് നോക്കുമ്പോഴൊന്നും വെന്തിട്ടൊന്നുമില്ല. അങ്ങനെ വെള്ളമൊക്കെ വറ്റി ബീഫ് ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള വെള്ളം അത്യാവശ്യം വറ്റണം കേട്ടോ. അപ്പോൾ പിന്നെയും മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ച് അത്യാവശ്യം നോക്കുന്നുണ്ട് നമ്മൾ വെന്തിക്കണോ എന്നുള്ളത്. കുറച്ചും കൂടി വേവാനും അതുപോലത്തെയുള്ള കുറച്ച് വെള്ളമുണ്ട്, അതായത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ഇത് കാണുമ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നോണ വരുന്നു, ഒന്നും കൂടി കൊതിയാവുന്നു കഴിക്കാൻ. അപ്പോൾ ഏകദേശം ബീഫ് ആയിട്ടോ, ഏകദേശം ബാക്കി ഇനി ദമ്മിലാവും. അങ്ങനെ നമ്മൾ നോക്കി ബീഫ് വെന്തിക്കുന്ന ഒത്തിരി എടുത്ത് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല വെന്തിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ എന്താക്കിയെന്ന് അറിയാം, ഇപ്പുറത്തെ അടുപ്പിൽ പട്ട, പൂവ്, ഗ്രാമ്പൂ അങ്ങനെ സ്പൈസസും കുറച്ച് നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഉള്ളിയും വലിയ ഉള്ളിയില്ലേ അതും ഇട്ടിട്ട് കുറച്ച് വാട്ടി ഇത്തിരി ഉപ്പും ഇട്ട് 4 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് റൈസ് എന്നുള്ള കണക്കിനാട്ടോ. അതായത് റൈസിൻ്റെ ഡബിളാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്ര ഗ്ലാസ് ഇട്ടത് അതേപോലെ തന്നെ 4 ഗ്ലാസ് വെള്ളമാണ്, 2 ഗ്ലാസ് റൈസും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ഓർമ്മ വീഡിയോ എടുക്കണമല്ലോ, അതാണ് കേട്ടോ നിങ്ങൾ അതാക്കുന്ന വീഡിയോ ഒന്നും കാണാത്ത. അപ്പോഴത്തേക്ക് ഇത് മൂടി വെച്ച് നമുക്ക് ദമ്മിലേക്ക് ഇടാനുള്ള അണ്ടി, മുന്തിരി, ഉള്ളിയൊക്കെ നല്ലോണം ബ്രൗൺ കളറാക്കിയിട്ട് വാട്ടിയതൊന്ന് മാറ്റി വെച്ചേക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ നല്ലോണം വെള്ളം തിളച്ച് അപ്പോഴത്തേക്ക് റൈസ് കഴുകി ഊറ്റി വെച്ചതാട്ടോ. തിരികെ വെള്ളം ഇല്ലാണ്ട് ഊറ്റി വെച്ച റൈസാണ്. ആ റൈസ് ആ വെള്ളത്തിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കണം. നല്ലോണം മിക്സാക്കിയിട്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ നിന്നിട്ടേ ഇല്ല കേട്ടോ, ഇത്രയും ടൈമായിട്ട് മഴ ഇടയ്ക്ക് മീൻസ് മഴ ഒന്ന് നിൽക്കും, പിന്നെ നല്ല മഴ പെയ്യും. പക്ഷെ അടിപൊളി രസമായിരുന്നു കേട്ടോ വൈബിന്. അങ്ങനെ റൈസും ഈ വെള്ളം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കണം കേട്ടോ. കാരണം ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഞാനാട്ടോ ഇളക്കുന്നത്. അതിൻ്റെ അടുക്ക പാത്രത്തിലുള്ള ബാക്കി റൈസും കൂടി അതിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കണം. കാരണം അത് പിന്നെ അതേമാതിരി റൈസ് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങൻ്റെ നീരൊഴിക്കും. നല്ല ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അങ്ങനെ ചില റൈസ് കണ്ടില്ല കട്ട പിടിച്ച് നിൽക്കുന്നത്, അത് നല്ല ഇളക്കാത്തതിനെ കൊടുക്കുക. ഇളക്കുകയും വേണം. ഈ റൈസിലേക്ക് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ റൈസ് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ചിലർ സ്മെല്ലിന് വേണ്ടിയിട്ട് എസൻസ് ഉണ്ട്, ബിരിയാണീൻ്റെ എസൻസ്, റോസ് വാട്ടർ അങ്ങനെയൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ ഇതിലേക്ക് അങ്ങനത്തെ എസൻസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ നല്ലോണം മിക്സ് ചെയ്താക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് അങ്ങനെ ബീഫിൻ്റെ നോക്കി ബീഫ് നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം ബീഫ് നല്ല പാകമായിക്കുന്ന അടിപൊളി അതിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ വീഡിയോൻ്റെ അവസ്ഥ. അപ്പോഴത്തേക്ക് ഇവിടെ ചോറായിട്ടോ. ചോറ് ഈ വേവായാൽ മതി, നമുക്ക് ദമ്മിടുമ്പോൾ കുറച്ചും കൂടി വേവിലേക്ക് ആവാണ്ടല്ലോ. അപ്പോൾ ഇവിടെ റൈസും റെഡി ആയിട്ടോ ഓൾമോസ്റ്റ്. അങ്ങനെ കുറച്ചും കൂടി വേവട്ടെ വെച്ചിട്ട് കുറച്ചും കൂടി സിമ്മാക്കി നമ്മൾ ബീഫ് കുറച്ചും കൂടി വെച്ചിട്ടോ. അങ്ങനെ 2 ഗ്ലാസ്സിൽ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടില്ലേ ഗ്ലാസ്സിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ റൈസ് വന്നിക്കുന്നില്ല, അതൊക്കെ ഓഫാക്കി അങ്ങനെ കുറച്ച് റൈസൊക്കെ ഇട്ടിട്ട് അതായത് ഈ കായത്തിൻ്റെ മേലെ, അതായത് ഈ ബീഫിൻ്റെ മസാലേൻ്റെ മേലെ റൈസ് ഇട്ട് ആദ്യം ഒരൊറ്റ ലൈനിലിട്ടിട്ട് അതിലേക്ക് എന്താക്കുക ഗരം മസാല ഇട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഗ്ലാസ്സിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും കുറച്ച് നെയ്യും വെളിച്ചെണ്ണയൊക്കെ വെച്ച ഒരു ഗ്രേവി പരുവത്തിൽ ഉണ്ടായി കളറ് കിട്ടാനാണ്, വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ പർപ്പസില്ല. ഒന്ന് കളറാകുമ്പോൾ പൊടി പിടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ റൈസ് ഇട്ടതിന് ശേഷം ഇതിലെന്താക്കുക ഈ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ
അതിട്ട് പിന്നെ പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ, വെളിച്ചെണ്ണയിൽ പൊരിച്ച ഉള്ളി അതും ഇട്ട്, കുറച്ച് മുന്തിരി ഇട്ട്, കുറച്ച് അണ്ടിയിട്ട്, ഇപ്പം തന്നെ എന്തായാലും രസം കാണാൻ. ദമ്മിടാനൊന്നും സമയമില്ലാത്ത പോലെ കണ്ടിട്ട് കൊതിയാവുന്ന കഴിക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ബീഫ് ബിരിയാണി? അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അടുത്ത ലെയർ റൈസ് ഇടാണ് കേട്ടോ. റൈസ് ഇതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടി റൈസ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ കുറച്ചും കൂടി ഈ മീൻസ് മഞ്ഞപ്പൊടി കലക്കിയതുണ്ടല്ലോ, വെള്ളത്തിൽ നെയ്യിലൊക്കെ കലക്കി, വെള്ളമല്ല നെയ്യും വെളിച്ചെണ്ണയിൽ മിക്സാക്കി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ആ കളറിന് വേണ്ടിയിട്ട് ഇതാക്കി, അതും ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയർ അണ്ടി മുന്തിരിയും പൊരിച്ച ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി അടിപൊളിയാക്കി ഒന്നും കൂടി ദമ്മിട്ട് കാണുമ്പോൾ തന്നെ എന്താ രസം. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് അടുപ്പ് ഏറ്റവും സിമ്മിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ അമ്മിക്കല്ലും വെച്ച് ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മിക്കല്ലും വെച്ച് അടിപൊളി. അപ്പോൾ എൻ്റെ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യണം. താങ്ക്